ഓം ശാന്തി. 17/5/2025। बाबा कहते मीठे बच्चे, अपने आप को देखो, मैं फूल बना हूँ। देहाहंकार में आकर कांटा तो नहीं बनता हूँ। बाप आया है तुम्हें कांटे से फूल बनाने. അതായത് ബാബ പറയാണ്, മധുരമായ കുട്ടികളെ, സ്വയം സ്വയത്തെ നോക്കൂ, ഞാൻ പുഷ്പമായി മാറുന്നു. ദേഹാഹങ്കാരത്തിൽ വന്ന് മുള്ളായി മാറുന്നില്ലല്ലോ. ബാബ വന്നിരിക്കുന്നു നിങ്ങളെ മുള്ളിൽ നിന്ന് പുഷ്പമാക്കി മാറ്റുന്നതിന്. ഇനി ബാബ ചോദ്യം ചോദിക്കുക, കിസ് നിശ്ചയ के आधार पर बाप से अटूट प्यार रह सकता है. അതായത് ബാബ ചോദിക്കുകയാണ്, ഏത് നിശ്ചയത്തിൻ്റെ ആധാരത്തിൽ ബാബയോട് മുറിയാത്ത സ്നേഹം ഉണ്ടാകുന്നു. ബാബ ഉത്തരം പറയാ, പഹലെ അപ്നെ കോ ആത്മാ നിശ്ചയ കരോ തോ ബാപ് സെ പ്യാർ രഹേഗ. അപ്പം ആദ്യം നമ്മളെ ആത്മാവാണെന്ന് നിശ്ചയിക്കണം. അപ്പം ബാബയോട് നമുക്ക് സ്നേഹമൊക്കെ ഉണ്ടാവും. यह भी अटूट निश्चय चाहिए कि निराकार बाप इस भागीरथ पर विराजमान है. ഇനി ബാബ പറയുന്നു, ഈ ഒരു മുറിയാത്ത നിശ്ചയവും വേണം. ഏത് നിശ്ചയം? നിരാകാരനായ ബാബ ഭാഗീരഥനിൽ വിരാജിച്ചിരിക്കുന്നു. ഭാഗീരഥനാരാണ്? ബ്രഹ്മബാബ. അപ്പം ബ്രഹ്മബാബയിൽ ശിവബാബ വന്നിരിക്കുകയാണ് അല്ലേ. ആ നിശ്ചയവും ആർക്ക് വേണം? നമുക്ക് വേണം എന്ന് ബാബ പറയാം. വഹമേ ഇൻകെ ദ്വാര പഠാ രഹേ. ശിവബാബ ബ്രഹ്മബാബയിലൂടെ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ജബ് യഹ നിശ്ചയ ടൂട്ടതാ ഹൈ തോ പ്യാർ കം ഹോ ജാതാ ഹൈ. അപ്പോൾ ബാബ പറയാണ്, എപ്പോഴാണോ ഈ നിശ്ചയം മുറിയുന്നത് അപ്പോൾ സ്നേഹം കുറഞ്ഞു പോകുന്നു എന്ന് ബാബ പറയാം. ओम शांति. कांटे से फूल बनाने वाले भगवान वाच अथवा ഭഗവാൻ വാച്ച്. അതായത് മുള്ളിൽ നിന്ന് പുഷ്പമാക്കി മാറ്റുന്ന ഭഗവാന്റെ മഹാവാക്യങ്ങൾ, അല്ലെങ്കിൽ പൂന്തോട്ടക്കാരനായ ഭഗവാന്റെ മഹാവാക്യങ്ങൾ. बच्चे जानते हैं कि हम यहाँ कांटे से फूल बनने के लिए आए हैं. കുട്ടികൾക്കറിയാം, നമ്മളെല്ലാവരും ഇവിടെ വന്നത് എന്തിനാണ്? മുള്ളിൽ നിന്ന് പുഷ്പമായി മാറാനാണ്. മുള്ളിൽ നിന്ന് പുഷ്പമായി മാറാനാണ് നമ്മളെല്ലാവരും എവിടേക്ക് വന്നിരിക്കുന്നത്? ബാബയുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. ഹരേക്ക് സമസ്തേ ഹേ പെഹലെ ഹം കാണ്ടേ ഥേ. അതായത് ബാബ പറയാ, എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട് എന്താണ്? ഞാൻ ആദ്യം മുള്ളായിരുന്നു. നമ്മളാദ്യം മുള്ളായിരുന്നു അല്ലേ? ആസുരീയ സ്വഭാവങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ? അതാണ്, ഞാൻ ആദ്യം മുള്ളായിരുന്നു. അപ്പോൾ ഫുൾ ബൻ രഹേ. ഇപ്പം ഞാൻ പുഷ്പമായി മാറിക്കൊണ്ടിരിക്കുന്നു. ബാക്കി മഹിമ തോ ബഹുത് കർത്തേ ഹേ പതിത് പാവൻ ആവോ. ബാബയുടെ മഹിമയൊക്കെ ഒരുപാട് ചെയ്യുന്നുണ്ട്. പതിത പാവന വരൂ എന്നൊക്കെ പറഞ്ഞിട്ട് മഹിമയൊക്കെ ചെയ്യുന്നുണ്ട്. വയ്യ ഹേ ഭഗവാൻ ഹേ പാപകടേശ്വർ ഹേ. ബാബ എന്ന് പറഞ്ഞാൽ തോണിക്കാരനാണ്, പൂന്തോട്ടക്കാരനാണ്, പാപകടേശ്വരനാണ്. ബഹുത് ഹി നാം കർത്തേ ഹേ പരന്തു ചിത്ര സബ് ജഹക് ഏക് ഹി ഹേ. അതായത് ബാബ പറയാണ്, ബാബ തോണിക്കാരനാണ്, പൂന്തോട്ടക്കാരനാണ്, പാപകടേശ്വരനാണ്. ഒരുപാട് പേരുകളൊക്കെ വെച്ചിട്ടുണ്ട്, പറയുന്നുണ്ട്. എന്നാൽ ചിത്രം ഒന്ന് തന്നെയാണ്. പേര് മാറ്റമുണ്ടെങ്കിലും ചിത്രം ഒന്നാണെന്ന് ബാബ പറയാം. എന്നിട്ട് ബാബ പറയാം, ഉൻകി മഹിമാ ഭി ഗാത്തെ ഹേ ജ്ഞാൻ കാ സാഗർ, സുഖ് കാ സാഗർ എക്സെട്ര. അതായത് ബാബയുടെ മഹിമ പറയുന്നത് എന്താ? ജ്ഞാനസാഗരൻ, സുഖസാഗരൻ, ശാന്തിസാഗരൻ, പവിത്രസാഗരൻ അല്ലേ? സർവ ഗുണങ്ങളുടെയും സാഗരമാണ് ബാബ. അഭി തും ജാൻതേ ഹോ हम उस एक बाप के पास बैठे हैं. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ആ ഒരു ബാബയുടെ അടുത്തിരിക്കുകയാണ്.
कांटे रूपी मनुष्य से अभी हम फूल रूपी देवता बने आए हैं. മുള്ളു പോലെയുള്ള മനുഷ്യനിൽ നിന്ന് നമ്മൾ പുഷ്പം പോലെയുള്ള ദേവതയായി മാറാൻ വന്നിരിക്കുകയാണ്. യഹ എയിം ഒബ്ജക്റ്റ് ഹെ. ഇതാണ് നമ്മുടെ ലക്ഷ്യം. अब हर एक को अपने दिल में देखना है हमारे में दैविक गुण है. അപ്പോൾ ബാബ പറയണ ഇപ്പോൾ ഓരോരുത്തരും സ്വയത്തിൻ്റെ മനസ്സിൽ നോക്കണം, എന്നിൽ ദൈവിക ഗുണമുണ്ടോ. മേ സർവഗുണ സമ്പന്നഹും, ഞാൻ സർവഗുണ സമ്പന്നനാകുന്നു. ആകെ തോ ദേവതാവും കി മഹിമ ഗാത്തെ, ആദ്യം ദേവതകളുടെ മഹിമയൊക്കെ പാടുമായിരുന്നു. അപ്നേക്കോ കാണ്ടെ സംസ്ഥത്തെ, സ്വയത്തെ മുള്ളാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഹം നിർഗുൺ ഹാരമേ കോയി ഗുണനാഹി, അതായത് നമ്മൾ അല്ലേ, നിങ്ങൾ പറയുമല്ലോ ഞാൻ നിർഗുണനാണ്, എന്നിലെ യാതൊരു ഗുണവും ഇല്ല. കാരണം ബാബ പറയാണ് പഞ്ചവികാരമാണ്, പഞ്ചവികാരങ്ങളാണ്. ദേഹാഭിമാൻ ബി ബഹുത് കട അഭിമാൻ ഹെ. ദേഹാഭിമാനവും വളരെ കടുത്ത അഭിമാനമാണ്. അപ്നേക്കോ ആത്മാ സംശയ തോ ബാപ് കെ സാത്ത് ബി ബഹുത് പ്യാർ ഹെ. ബാബ പറയണ സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കാം. അപ്പം നമുക്ക് ബാബയോട് ഭയങ്കര സ്നേഹം ഉണ്ടാകും. അപ്പം ബാബയോട് സ്നേഹം വരാൻ ആദ്യം നമ്മളെ ആത്മാവാണെന്ന് മനസ്സിലാക്കുമ്പോൾ വരും, ബാബയോട് സ്നേഹം വരും. അതാ ബാബ പറയണേ. എന്നിട്ട് ബാബ പറയാ, അഭി തും ജാനത്തെ ഹോ നിരാകാർ വാപ്പസ് രഥ് പർ വിരാജ്മാൻ ഹെ. നിരാകാർ, ബാബ പറയാ, മക്കളെ നിങ്ങൾക്കറിയാമോ, നിരാകാരനായ ബാബ ബ്രഹ്മാവാകുന്ന അല്ലേ സാധാരണ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ രഥത്തിൽ വന്നിരിക്കുകയാണ്. നിശ്ചയ കർത്തേ കർത്തേ ബി ഫിർ നിശ്ചയ ടൂട്ട്പെടുത്താ. പക്ഷെ ചില കുട്ടികൾക്ക് എന്താണെന്നറിയോ, ഈ നിശ്ചയം ചെയ്ത് പിന്നീട് അവർക്ക് ആ നിശ്ചയം മുറിഞ്ഞു പോകുന്നു. ബ്രഹ്മബാബയുടെ ശരീരത്തിൽ ശുഭാവോ വരുമോ, അങ്ങനെയൊക്കെ നടക്കുമോ, അങ്ങനെയുള്ള സംശയങ്ങൾ വരുന്ന കുട്ടികൾക്ക്. അതാണ് നിശ്ചയം മുറിഞ്ഞു പോകുന്നു. തും കഹത്തെ ഭി ഹോ ഹം ആയേ ഹേ ശിവബാബ കെ സാത്ത്. നമ്മളെന്താ പറയുന്നത്, നമ്മളെ ശിവബാബയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ജോ ഇസ് ഭാഗീരഥ പ്രജാപിത ബ്രഹ്മ കെ തന്മേ ഹെ, ഹം സഭി ആത്മാവോं का बाप एक शिव बाबा है, वह इस ഋതു में विराजमान है. അപ്പോൾ ബാബ പറയാണ്, ഈ ഭാഗീരഥൻ എന്ന് പറയുന്നത് പ്രജാപിത ബ്രഹ്മാവാണ് അല്ലേ. പ്രജാപിത ബ്രഹ്മാവിൻ്റെ ശരീരത്തിലാണ് ഭഗവാൻ വരുന്നത്. ഇപ്പോൾ നമ്മളെല്ലാ ആത്മാക്കളുടെ അച്ഛൻ ഒരു ശിവബാബയാണ്. ആ ബാബ ഈ ബ്രഹ്മാവിൻ്റെ ശരീരത്തിൽ വന്നിരിക്കുകയാണ്. ഇത് ബിൽക്കുൽ പക്കാ നിശ്ചയിച്ചാക്കിയേ, ഇസ്മേ ഹി മായ സംശയമേലാത്തി. അപ്പോൾ ബാബ പറയണ പൂർണ്ണമായിട്ടും നമുക്ക് നിശ്ചയമുണ്ടായിരിക്കണം. ഇതിൽ തന്നെയാണ് മായ സംശയത്തിലേക്ക് കൊണ്ടുവരുന്നത്. കന്യ पति के साथ शादी करती है, समझते हैं उनसे बहुत सुख मिलता है. കന്യക പതിയോടൊപ്പം വിവാഹം കഴിക്കും അല്ലേ. ഒരു പെൺകുട്ടി വിവാഹം കഴിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് എന്താണ്, അവരുടെ കൂടെ ഒരുപാട് സുഖം കിട്ടുമെന്ന്. പരന്തോ സുഖ ക്യാ മിൽത്താ ഹൈ ഫട്ട് സേ ജാക്കർ അപവിത്ര ബനത്തെ. പക്ഷെ ബാബ പറയാണ് എന്ത് സുഖമാണ് കിട്ടുന്നത്. അതായത് ബാബ പറയാ അവര് പോയി അപവിത്രമാകുമെന്നേ ഉള്ളൂ, പവിത്രതയൊക്കെ പോയിട്ട് അപവിത്രമാകും. കുമാരി ഹേ തോ മാ ബാപ് ആദി സബ് മാതാ ടെക്തെ ഹേ എനിക്ക് പവിത്ര ഹേ. ഒരു കുമാരിയാണെങ്കിൽ ആ കുട്ടിയുടെ അച്ഛനമ്മ പോലും എന്ത് ചെയ്യാറുണ്ട്, കുട്ടിയുടെ മുന്നിൽ തലകുനിക്കും അല്ലേ. അതായത് കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെയുണ്ട്, തൻ്റെ വീടുകളിലൊക്കെ പെൺകുട്ടികളെ പൂജയൊക്കെ ചെയ്യും. കന്യാപൂജ എന്ന് പറഞ്ഞിട്ട് കന്യകുമാരെ പൂജയൊക്കെ ചെയ്യും. ഒരു പ്രത്യേക പീഠത്തിലിരുത്തി ഒരു ദേവിയെ എങ്ങനെയാണോ പൂജിക്കുക അതേപോലെ പൂജിക്കും, കന്യാപൂജ എന്ന് പറഞ്ഞിട്ട്. അപ്പം അതാ ബാബ പറയണേ, അങ്ങനെയൊക്കെ പെൺകുട്ടികളെ പൂജയൊക്കെ അച്ഛനമ്മ ചെയ്യും. അച്ഛനമ്മ ആ കുട്ടിയുടെ മുന്നിൽ തലകുനിക്കുന്നു പറയാണ്. എന്താ കാര്യം, പവിത്രമാണ് ആ കുട്ടി. അപവിത്ര ബനി ഓർ സബ്കെ ആകെ മാതാ ടേക്നാ ശുരു കർ ദേത്തെ. അപ്പൊ ബാബ പറയണ
അപവിത്രമായാൽ പിന്നെ ആ കുട്ടി എന്ത് ചെയ്യും? എല്ലാവരുടെയും മുന്നിൽ തലകുനിക്കാൻ തുടങ്ങും. അതുവരെ എല്ലാവരും കുട്ടിയുടെ മുന്നിലാണ് തലകുനിച്ചത്. പക്ഷെ വിവാഹത്തിന് ശേഷം, അതായത് അപവിത്രമായി ജീവിക്കാൻ തുടങ്ങുമ്പോൾ മുതൽ മറ്റുള്ളവരുടെ മുന്നിൽ എന്ത് ചെയ്യണം? തലകുനിക്കേണ്ടി വരും. ആജ് സബ് ഉनको മാതാ ടെക്തെ കൽ ഖുദ് മാതാ ടെക്നെ ലഗ്തെ. ഇന്ന് എല്ലാവരും എൻ്റെ മുന്നിൽ തലകുനിക്കും. ഇന്നെല്ലാവരും ഒരു കുമാരിയായിട്ടുള്ള കന്യകയായിട്ടുള്ള ഒരു കുട്ടിയുടെ മുന്നിൽ തലകുനിക്കും. നാളെ ആ കന്യക എന്ത് ചെയ്യും? അപവിത്ര ജീവിതം നയിക്കാൻ തുടങ്ങുമ്പോൾ എല്ലാവരുടെയും മുന്നിൽ പോയിട്ട് തലകുനിക്കും. അബദ്ധം വെച്ച സംഗമ പുരുഷോത്തം പൻരഹിഹോ. ഇപ്പം നമ്മൾ കുട്ടികള് സംഗമയുഗത്തില് പുരുഷോത്തമനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കൽ കഹാം ഹോങ്കെ, നാളെ എവിടെ ആയിരിക്കും? ആജ് യഹ് ഘർ ഘാട്ട് ക്യാ ഹൈ, കിतना गंदा लगा हुआ है, इसको ही कहा जाता है വേശ്യാലയ. ഇന്ന് ബാബ പറയാ, ഇന്ന് നോക്കൂ, ഓരോ വീടുകളും എന്തായി, എത്ര മോശമായി മാറിയിരിക്കുന്നു. ഇതിനെയാണ് വേശ്യാലയം എന്ന് പറയുന്നത്. സബ് വിശ്വ സേ പൈദാ ഹോത്താ ഹൈ, തും ഹി ശിവാലയ മേ ഥേ, ആജ് സേ 5000 വർഷ പഹലെ ബഹുത് സുഖി ഥേ. അതേപോലെ ബാബ പറയാണ്, നിങ്ങൾ ശിവാലയത്തിലായിരുന്നു. ഇന്നേക്ക് 5000 വർഷം മുമ്പ് വളരെ സുഖികളായിരുന്നു. ദുഃഖ നാം നിശാനേത്ത, ദുഃഖത്തിന്റെ പേരോ അടയാളമോ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഫിർ ഐസാ ബനനെ കെ ലിയേ ആയേ ഹോ. അപ്പൊ ബാബ പറയാ, ഇപ്പൊ ഇങ്ങനെ ദേവതയെ പോലെ ആകാൻ വന്നിരിക്കുകയാണ് നമ്മളെ. മനുഷ്യർക്ക് ശിവാലയക്ക പത്താഹിനി, മനുഷ്യർക്ക് ശിവാലയത്തെ കുറിച്ചൊന്നും അറിയില്ല. സ്വർഗക്കോ കഹാ ജാതാ ഹൈ ശിവാലയ. ശിവാലയം എന്ന് എന്തിനെ പറയുന്നേ? സ്വർഗത്തെയാണ് പറയുന്നത്. ശിവബാബാനെ സ്വർഗക്ക് സ്ഥാപനാക്കി. ശിവബാബ സ്വർഗത്തിന്റെ സ്ഥാപന ചെയ്യുകയാണ്. ബാബ തോ സബി കഹത്തെ ഹൈ, പരന്തു പൂച്ചോ ഫാദർ കഹാം ഹൈ. എല്ലാവരും അച്ഛൻ എന്ന് പറയുന്നുണ്ട്, പക്ഷെ നിങ്ങൾ ചോദിക്കൂ, അച്ഛൻ എവിടെയാണ്? तो कह देते സർവവ്യാപി. അപ്പോൾ എവിടെയാണ് അച്ഛൻ ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ അവര് പറയും സർവവ്യാപിയാണ്. കുത്തെ ബില്ലി കച്ചു മച്ചുമേ കഹ ദേത്തെ ഹെ, तो कितना फर्क हुआ? ഭഗവാൻ എവിടെയെന്ന് ചോദിച്ചാൽ പട്ടിയിലും പൂച്ചയിലും അല്ലേ, മത്സ്യകൂർമ്മ വരാഹത്തിലെല്ലാം ഉണ്ടെന്ന് പറയും. അപ്പം എത്ര വ്യത്യാസമുണ്ട് ബാബ പറയുന്നതും അവർ പറയുന്നതും തമ്മിൽ. तो बात करते हैं तुम पुरुषोत्तम थे, फिर 84 जन्म भोग कर तुम क्या बने हो. അപ്പോൾ ബാബ പറയാണ്, കുട്ടികളെ, നിങ്ങൾ പുരുഷോത്തമരായിരുന്നു, പിന്നീട് 84 ജന്മങ്ങളെല്ലാം എടുത്ത് നിങ്ങളിപ്പോൾ എന്തായി മാറിയിരിക്കുന്നു എന്ന് ബാബ ചോദിക്കാം. നരകവാസി ബനേഹോ, ആരായി നരകവാസിയായിട്ട് മാറിയിരിക്കുന്നു. ഇസ്ലിയെ സബ് ഗാത്തെ ഹേ ഹേ പതിത് പാവൻ ആവും. അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത്, അല്ലയോ പതീത പാവന വരൂ. അബി ബാബ് പാവൻ ബനാനെ ആയേ ഹെ. ബാബ പാവനമാക്കി മാറ്റാൻ വന്നിരിക്കുകയാണ്. സ്വയം ഭഗവാൻ നമ്മളെ പാവനമാക്കി മാറ്റാൻ വന്നിരിക്കുകയാണ്. കഹത്തെ ഹെ യഹ് അന്തിം ജനം വിശുദ്ധിനെ ചോടോ. ഭഗവാൻ പറയുകയാണ്, കുട്ടികളെ, ഈ അന്തിമ സമയത്ത് വിഷം കഴിക്കുന്നത് ഉപേക്ഷിക്കും, വികാരത്തിൽ പോകരുത് എന്ന് ബാബ പറയാണ്. എന്നിട്ട് ബാബ പറയാം, ഫിർബി സംസ്ഥനെ പറയുന്നുണ്ട്, ഭഗവാൻ പറയുന്നുണ്ട്, ബാബ പറയുന്നുണ്ട് അല്ലെ, വിഷം ഉപേക്ഷിക്കൂ, വികാരത്തിൽ പോകരുത്. പക്ഷെ മനസ്സിലാകുന്നില്ല കുട്ടികൾക്ക്. സബി ആത്മാവും കാ ബാപ്പ് അബ് കഹത്തെ ഹെ പവിത്ര ബനോ. എല്ലാ ആത്മാക്കളുടെയും അച്ഛൻ ഇപ്പോൾ പറയുകയാണ്, പവിത്രമായി മാറൂ. സബ് കഹത്തെ ഭി ഹെ ബാബാ, പഹലെ ആത്മാ കോ വഹ് ബാബാ യാദ് ആത്താ ഹെ, ഫിർ യഹ് ബാബ. അപ്പൊ ബാബ പറയാ, എല്ലാവരും പറയുന്നത് എന്താണെന്നറിയോ, ആദ്യം ബ്രഹ്മബാബയെ ഓർമ്മ വരും, പിന്നീട് ശിവബാബയെ ഓർമ്മ വരും. എന്നാൽ ബാബ പറയാണ്,
നിരാകാരമേ വഹ് ബാബ സാകാരമേ ഫിർ യഹ് ബാബ. എന്നാൽ ബാബ പറയാ നിരാകാരത്തില് ശിവബാബയാണ്, സാകാരത്തില് ബ്രഹ്മബാബയാണ്. അപ്പൊ കുട്ടികൾക്ക് ശിവബാബേനെയും ബ്രഹ്മബാബയും ഒക്കെ ഓർമ്മ വരുന്നുണ്ട്. സുപ്രീം ആത്മാ ഇൻ പതിത് ആത്മാവോം കോ ബൈറ്റ് സംജാത്തെ. ബാബ പറയാണ് സുപ്രീം ആയിട്ടുള്ള ആത്മാവ് ഈ പതീത ആത്മാക്കൾക്ക് ഇരുന്ന് മനസ്സിലാക്കി തരികയാണ്. പതീത ആത്മാക്കൾക്ക് ഇരുന്ന് മനസ്സിലാക്കി തരികയാണ്. തുമ്പി പേലെ പവിത്രത്തെ. ബാബ പറയാണ് നിങ്ങളും ആദ്യം പവിത്രമായിരുന്നു. ബാപ്കെ സാത്ത് മേ രഹത്തെ थे, फिर तुम यहाँ आए हो പാട്ട് ബജാനെ. നമ്മളെല്ലാവരും ബാബയുടെ കൂടെ ഇരുന്നിട്ടുണ്ടായിരുന്നു, പിന്നീട് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് പാട്ട് അഭിനയിക്കാൻ. ഇസ് ചക്രക്കോ അച്ഛി രീതി സമझलो. ഈ ചക്രത്തെ നല്ല രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കൂ. അഭി ഹം സത്യയുഗമേ നയി ദുനിയാമേ ജാനേ വാലേ ഹെ. ഇപ്പം നമ്മൾ സത്യയുഗത്തില് പുതിയ ലോകത്തിലേക്ക് പോവുകയാണ്. തുമാരി ആശ് ഭി ഹേ നാ കി ഹം സ്വർഗമേ ജായേ. ബാബ പറയാണ് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവുമല്ലോ എനിക്ക് സ്വർഗത്തിൽ പോകണം. എല്ലാവരുടെ ആഗ്രഹം അതല്ലേ. തും കഹത്തെ ഭി ഥേ കി കൃഷ്ണ ജൈസാ ബച്ചാ മിലേ. അതേപോലെ ബാബ പറയാം നിങ്ങളെല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു കൃഷ്ണനെ പോലൊരു കുട്ടിയെ കിട്ടണം, അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അഭിനയായാഹം തുംകോ ഐസാ ബനാനെ. അപ്പൊ ബാബ പറയാണ് മക്കളെ ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളെ കൃഷ്ണനെ പോലെ ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ്. വഹാ ബച്ചെ ഹോത്തേ ഹി ഹേ ശ്രീകൃഷ്ണ ജൈസെ. സത്യയുഗത്തിലെ എല്ലാ കുട്ടികളും ശ്രീകൃഷ്ണനെ പോലെ ഉണ്ടാവും. സദോ പ്രധാൻ ഫൂൽ ഹേന. സദോ പ്രധാന പുഷ്പമാണല്ലോ സത്യയുഗത്തിലെ എല്ലാവരും. അഭി തും കൃഷ്ണപുരിമേ ചലത്തെ ഹോ. ഇപ്പം നമ്മളെല്ലാവരും കൃഷ്ണപുരിയിലേക്ക് പോവുകയാണ്. ആപ് തോ സ്വർഗ്ഗക്കെ മാലിക് ബനത്തെ ഹോ. ഇപ്പം നമ്മൾ സ്വർഗത്തിൻ്റെ അധികാരിയായിട്ട് മാറുകയാണ്. അപ്നെ സെ പൂച്ച്നാ ഹേ ഹം ഫൂൽ ബനാ ഹം. അപ്പൊ ബാബ പറയാണ് സ്വയത്തോട് ചോദിക്കണം. എന്താ ചോദിക്കേണ്ടത്? ഞാൻ പുഷ്പമായി മാറിയോ, ഞാൻ പുഷ്പമായി മാറിയോ എന്ന് ചോദിക്കണം എന്ന് പറയാം. കഹാം ദേഹാഹങ്കാരമേ ആകർ കാണ്ടാത്തോ നെഹി ബനത്താഹും. എവിടെയും ഞാൻ ദേഹാഭിമാനത്തിൽ വന്നിട്ട് മുള്ളായി മാറുന്നില്ലല്ലോ, അതൊന്ന് നോക്കണമെന്ന് ബാബ പറയാണ്. മനുഷ്യ അപ്നേക്കോ ആത്മാ സമझने ബദലേ ദേഹ സമझ लेते हैं. മനുഷ്യര് സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കുന്നതിന് പകരം ദേഹമാണെന്ന് മനസ്സിലാക്കുന്നു അല്ലേ. അപ്പൊ ആത്മാവാണെന്ന് മനസ്സിലാക്കുന്നതിന് പകരം എന്ത് ചെയ്യുന്നു? ദേഹമാണെന്ന് മനസ്സിലാക്കുന്നു എന്ന് ബാബ പറയാം. എന്നിട്ട് ബാബ പറയാം ആത്മാക്കോ ഭൂൽനെ സേ ബാപ്കോ ഭി ഭൂൽ ഗയേ. ആത്മാവിനെ മറന്നപ്പോ എന്ത് ചെയ്തു? ബാബയെയും മറന്നുപോയി എന്ന് പറയാം. ബാപ്കോ ബാപ് ദ്വാരാ ഹി ജാൻനെ സേ ബാപ് കാ വർസ മിൽത്താ ഹൈ. ബാബയെ അതായത് ഭഗവാനെ ഭഗവാനിലൂടെ തന്നെ മനസ്സിലാക്കുന്നതിലൂടെ ബാബയിൽ നിന്ന് സമ്പത്ത് കിട്ടുന്നു. ബേഹദ് കെ ബാപ് സേ വർസ തോ സബീകോ മിൽത്താ. പരിധിയില്ലാത്ത ബാബയിൽ നിന്ന് സമ്പത്ത് എല്ലാവർക്കും കിട്ടുന്നു. ഏക് ഭി നഹി രഹതാ ജിസ്കോ വർസ നാ മിലേ. ഒരാൾ പോലും ഇല്ല അവർക്ക് സമ്പത്ത് കിട്ടില്ല. അങ്ങനെ ഒരാൾ പോലും ഇല്ല എന്ന് ബാബ പറയാണ്. ബാപ് ഹി ആകർ സബ്കോ പാവൻ ബനാത്തെ. ബാബ തന്നെ വന്ന് എല്ലാവരെയും പാവനമാക്കി മാറ്റാണ്. നിർവാൺ ധാമേ ലേ ജാത്തെ. നിർവാണധാമിലേക്ക് കൊണ്ടുപോകും. വക്ത് കഹ് ദേത്തെ ജ്യോതി ജ്യോതി സമയ ബ്രഹ്മമേ ലീനോ ജായക. ലോകത്തിലുള്ള മനുഷ്യർ പറയുന്നത് എന്താ അറിയോ? ജ്യോതി ജ്യോതിയിൽ പോയി ലയിക്കും അല്ലേ. ജ്യോതി ജ്യോതിയിൽ അങ്ങ് ഉൾക്കൊണ്ടു, അല്ലെങ്കിൽ അതങ്ങ് ലയിച്ചു പോയി, ബ്രഹ്മത്തിൽ ലയിച്ചു എന്നൊക്കെ പറയും. ജ്ഞാൻ കുച്ചുബേനെ. അവർക്ക് ജ്ഞാനമൊന്നുമില്ല പറയുന്നതേ, ജ്ഞാനമില്ലാതെയാ പറയുന്നത്. തും ജാനത്തെ ഹോ ഹം കിസ്കെ പാസ് ആയേ ഹേ. ബാബ ചോദിക്കുക മക്കളെ നിങ്ങൾക്കറിയാമോ നിങ്ങൾ ആരുടെ അടുത്തേക്കാ വന്നിരിക്കുന്നത്? യഹ് കോയി മനുഷ്യ കാ സത്സംഗ് നഹി ഹൈ. ഇത് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ സത്സംഗമൊന്നും അല്ല.
ആത്മായെ परमात्मा से अलग हुई अब उनका संग मिला है. ആത്മാക്കള് പരമാത്മാവുമായിട്ട് വേറിട്ടിരുന്നു, ഇപ്പൊ പരമാത്മാവിന്റെ കൂട്ടുകെട്ട് കിട്ടിയിരിക്കുകയാണ്. सच्चा सच्चा यह सत्य का संग 5000 वर्ष में एक ही बार होता है. ബാബ പറയാണ്, സത്യം സത്യമായ ഈ സത്സംഗം 5000 വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് ഉണ്ടാകുന്നത്. സത്യയുഗ ത്രേതാമേത്തോ സത്സംഗ ഹോത്താനി. സത്യത്രേതായുഗത്തില് സത്സംഗം ഒന്നും ഉണ്ടാകില്ല. ബാക്കി ഭക്തി മാർഗമേത്തോ അനേക ടേർക്കേ ടേർ സത്സംഗ. ബാക്കി ഭക്തിമാർഗത്തിലൊക്കെ ഒരുപാട് സത്സംഗങ്ങൾ ഉണ്ടല്ലോ പല പേരുകളിൽ. അപ്പൊ വാസ്തവമേ സത്വത്തോ ഹി ഏക് ബാബ. വാസ്തവത്തിൽ സത്യമായത് ഒരേ ഒരു ബാബ മാത്രമാണ്. അഭി തും ഉൻകെ സംഗമേ ബൈഠേ ഹോ. ഇപ്പൊ ബാബ പറയാണ്, നിങ്ങൾ ബാബയുടെ സംഘത്തിലാണ് ഇരിക്കുന്നത്. യഹ് ഭി സ്മൃതി രഹേഗി ഹം ഗോഡ്ലി സ്റ്റുഡന്റ് ഹെ. ഈ സ്മൃതിയും നമ്മൾക്കുണ്ട്, ഞാൻ ഈശ്വരീയ വിദ്യാർത്ഥിയാണ്. ഭഗവാൻ ഹംകോ പഠാത്തെ ഹേ തോ ഭി അഹോ സൗഭാഗ്യം. അതായത് ബാബ പറയാണ്, ഇപ്പൊ നമുക്ക് ഈ സ്മൃതിയുമുണ്ട്, ഞാൻ ഈശ്വരീയ വിദ്യാർത്ഥിയാണ്, ഭഗവാൻ എന്നെ പഠിപ്പിക്കുന്നു. അപ്പൊ ബാബ പറയാ, അതും അഹോ സൗഭാഗ്യമാണ് അല്ലേ. ഭഗവാൻ എന്നെ പഠിപ്പിക്കുന്നു എന്ന് ചിന്തിക്കുമ്പോൾ അതും വലിയ ഭാഗ്യമാണല്ലോ. അതാണ് ബാബ പറയുന്നത്, അതും അഹോ സൗഭാഗ്യമാണ്.